വയറുകളും ഹാൻഡ് ബാഗേജിൽ 2 മീറ്ററിന് മുകളിലാണെങ്കിൽ അലൗഡ് അല്ല. ഈ 2 മീറ്റർ കൊടുത്തിരിക്കുന്നത് തന്നെ നമ്മുടെ ലാപ്ടോപ്പിൻ്റെ എല്ലാം ചാർജേഴ്സ് അതിൻ്റെ എല്ലാം വയേഴ്സ് ഉള്ളതുകൊണ്ടാണ് എല്ലാം 2 മീറ്റേഴ്സ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് മുകളിലുള്ള വയേർഡായിട്ടുള്ള ഐറ്റംസ് ഹാൻഡ് ബാഗേജിൽ അലൗഡ് അല്ല. അതായത് എക്സ്റ്റൻഷൻ കേബിളുകൾ, പല എക്സ്റ്റൻഷൻ കേബിളുകളും 3 മീറ്ററുകളാണ്. അപ്പോൾ ആ എക്സ്റ്റൻഷൻ കേബിൾസ് ഹാൻഡ് ബാഗേജിൽ അലൗഡ് അല്ല. അപ്പോൾ അത് ഹാൻഡ് ബാഗേജിൽ കൊണ്ടുവരാതിരിക്കുക. പിന്നെ അതുപോലെ തന്നെ ബാറ്ററികൾ, അപ്പം ഒരുപാട് ബാറ്ററികളൊന്നും മാക്സിമം ഹാൻഡ് ബാഗേജിൽ കരുതാതിരിക്കുക. പിന്നെ പലരും കൊണ്ടുപോകുന്നൊരു കാര്യമാണ് ടോയ്സ് ഐറ്റംസ് ഹാൻഡ് ബാഗേജിൽ. അപ്പോൾ ടോയ്സ് കൊണ്ടുപോകുമ്പോൾ റിമോട്ടഡ് ആയിട്ടുള്ള ടോയ്സ്, അപ്പം റിമോട്ട് യൂസ് ചെയ്ത് ഉപയോഗിക്കുന്ന ടോയ്സ് ആണെങ്കിൽ ആ റിമോട്ട് ലഗേജിൽ തന്നെ ഇടുക. ഹാൻഡ് ബാഗേജിൽ റിമോട്ട്സ് അലൗഡ് അല്ല. ഒരു തരത്തിലുള്ള റിമോട്ടുകളും ഹാൻഡ് ബാഗേജിൽ അലൗഡ് അല്ല. അത് ചെക്ക് ഇൻ ബാഗേജുകളിൽ മാത്രമേ അലൗഡ് ഉള്ളൂ, റിമോട്ട്സ് അല്ല. പിന്നെ അതുപോലെ തന്നെ ടോയ് ഗൺസ്, ചിലപ്പോൾ കളിപ്പാട്ടമായിരിക്കാം, വെറും പ്ലാസ്റ്റിക്കിൽ ഉണ്ടാക്കിയതായിരിക്കാം, പക്ഷേ എന്നാൽ പോലും ഒരു തരത്തിലുള്ള ടോയ് ഗണ്ണുകളും ഹാൻഡ് ബാഗേജിൽ അലൗഡ് അല്ല. പിന്നെ അതുപോലെ തന്നെ ഹോവർ ബോർഡുകൾ, അപ്പം ഇതൊന്നും ഹാൻഡ് ബാഗേജിൽ അലൗഡ് അല്ല. ഹോവർ ബോർഡിൻ്റെ കാര്യത്തിൽ ചെക്ക് ഇന്നിലും ഹോവർ ബോർഡ് അലൗഡ് അല്ല, നമുക്ക് കൊണ്ടുപോകാൻ കഴിയില്ല ഹോവർ ബോർഡ്. പിന്നെ പലർക്കും ആശ്വാസകരമായിട്ടുള്ളൊരു ഇൻഫർമേഷനാണ്, പണ്ട് നമ്മുടെ സോപ്പുകളെല്ലാം അലൗഡ് അല്ലായിരുന്നു ഹാൻഡ് ബാഗേജിൽ. അതായത് ഹാർഡ് സോപ്സ് എല്ലാം അലൗഡ് അല്ലായിരുന്നു ഹാൻഡ് ബാഗേജിൽ. ഇപ്പം ഹാർഡ് സോപ്സ് എല്ലാം അത് ഹാൻഡ് ബാഗേജിൽ അലൗഡാണ്. നിങ്ങൾക്ക് കൊണ്ടുപോകണമെങ്കിൽ കുവൈറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ട് വഴി കൊണ്ടുപോകാം, പ്രശ്നങ്ങളൊന്നുമില്ല. ഈ സോപ്പിൻ്റെ കാര്യത്തിലുള്ള നിയമം ഇപ്പം പുതിയതായി, അതായത് ഹാൻഡ് ബാഗേജിൽ അലൗഡാന്നുള്ള നിയമം വന്നിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. അപ്പോൾ അധികം ആർക്കും ഈ ഇൻഫർമേഷൻ അറിയുണ്ടായില്ല. അപ്പം അത് നിങ്ങൾ പറ്റാവുന്ന വിധം മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിക്കുക. അവർക്ക് ഹാൻഡ് ബാഗേജിലും സോപ്പുകൾ കൊണ്ടുപോകാവുന്നതാണ് ഇനി മുതൽ. ഏകദേശ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ റെസ്ട്രിക്റ്റഡ് ലിസ്റ്റൂടെ അറ്റാച്ച് ചെയ്തേക്കാം. അപ്പോൾ സംശയമുള്ളവർ അതിലൂടെ ചെക്ക് ചെയ്തിട്ട് ഹാൻഡ് ബാഗേജ് പാക്ക് ചെയ്യുക.